ഈ ഒരു ഒക്ടോബർ മാസത്തെ പെൻഷൻ തുക 1600 രൂപ തിങ്കളാഴ്ച മുതൽ എല്ലാവരുടെയും അക്കൗണ്ടിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി വീടുകളിലെത്തുന്ന അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും അവരുടെ കൈകളിലോട്ട് ഈ ഒരു പെൻഷൻ എമൗണ്ട് എത്തുക. അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 200, 400, 500 ആ ഒരു എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും. 8 ലക്ഷം ആൾക്കാർക്കാണ് ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടുന്നത്. അതുപോലെ തന്നെ 26 ലക്ഷം ആൾക്കാർക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക അവരുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. അതുപോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീടുകളിൽ പെൻഷൻ തുക എത്തുന്നതായിരിക്കും. വീടുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് സഹകരണ ജീവനക്കാരായിരിക്കും വീടുകളിൽ എത്തിയിട്ട് അവരുടെ പെൻഷൻ എമൗണ്ട് കൈമാറുന്നത്. എന്തായാലും ഈ ഒരു മാസം 1600 രൂപ തന്നെയാണ് പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടുന്നത്. എന്നാൽ പെൻഡിങ്ങിൽ ഒരു മാസത്തെ എമൗണ്ടും കൂടിയുണ്ട്. അത് മിക്കവാറും നവംബർ മാസത്തിലായിരിക്കും ആ ഒരു പെൻഡിങ് എമൗണ്ട് തന്നു തീർക്കുന്നത്. കാരണം നവംബർ മാസം തൊട്ട് പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് ആ ഒരു പെൻഡിങ് എമൗണ്ടും കൂടിയിട്ട് തന്നു തീർക്കുന്നതായിരിക്കും. അതുമാത്രമല്ല പെൻഷൻ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ 200 രൂപയാണ് പെൻഷൻ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് 1600 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് 1800 രൂപയായിട്ട് കൂടുകയാണ്. അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വീണ്ടും ഒരു 200 രൂപ കൂട്ടുമെന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തുക 1600 നിന്നും 2000 രൂപയിലോട്ട് മാറുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സംസ്ഥാന സർക്കാർ ഈ ഒരു പദവിയിലോട്ട് വന്ന ടൈമിൽ 2500 രൂപയോളം പെൻഷൻ എമൗണ്ട് ആക്കും എന്നൊരു രീതിയിലെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അവിടെ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് അവർക്ക് അത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 2000 രൂപ വരെ നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ 200 രൂപ കൂട്ടിയിട്ട് നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് 1800 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി തൊട്ട് 1800 രൂപയായിട്ടായിരിക്കാം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈ ഒരു പെൻഷൻ എമൗണ്ട് എത്തുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ വിഹിതം അക്കൗണ്ടിൽ മാത്രമായിരിക്കും ആ ഒരു എമൗണ്ട് എത്തുക. അതുമാത്രമല്ല നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ആധാറുമായിട്ടും അതുപോലെ തന്നെ ഫോൺ നമ്പറായിട്ടും അത് ലിങ്ക് ചെയ്തിരിക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുക. കാരണം കഴിഞ്ഞ മാസം ഒരുപാട് പേർക്ക് കേന്ദ്ര വിഹിതം എത്തിയിട്ടില്ല എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആധാർ നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്ര വിഹിതത്തിൻ്റെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ എത്തുള്ളൂ. പിന്നെ അതൊരിക്കലും നമ്മുടെ കൈകളിൽ എത്തില്ല. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമായിരിക്കും കേന്ദ്ര വിഹിതം എത്തുക. അത് 500 രൂപ, 400, 300 ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ എമൗണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും ഈ ഒരു എമൗണ്ട് എത്തും. അതുപോലെ തന്നെ വീടുകളിലുള്ളവർക്കും ആ ഒരു എമൗണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വർഷം ഒരുപാട് പേര് പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവർ നല്ല രീതിക്ക് അർഹത നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള രീതിയിലുള്ള പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് തരാം. കാരണം അർഹതപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇനി തൊട്ട് പെൻഷൻ കൊടുക്കുക എന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അർഹത കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അർഹരാണോ എന്ന് നോക്കിയിട്ട് ശേഷം മാത്രമായിരിക്കും ഇന്നത്തോടെ നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ചെക്കിങ്ങിനും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തുകയും അതുപോലെ തന്നെ അതിലെ ഡേറ്റാസൊക്കെ എടുത്തിട്ട് വേണം അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല നിങ്ങൾ മസ്റ്ററിങ് ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്ററിങ് ചെയ്തിരിക്കണം. കാരണം മസ്റ്ററിങ് ചെയ്താൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ കിട്ടുക. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലരോടൊക്കെ വരുമാന രേഖ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ അതും ഉറപ്പായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്